വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് ടു ഹിന്ദി പാഠപുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ബേട്ടി കി നാം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. യഹ് കത്ത് കിസ്നെ ലിഖ? മുഗൾ ശാസക് ബഹാദുർ ഷാ സഫർ ने ലിഖ. ഈ കത്ത് എഴുതിയത് ആരാണ്? മുഗൾ ശാസക്, മുഗൾ ഭരണാധികാരി ബഹാദുർ ഷാ സഫറാണ്. ബഹാദുർ ഷാ സഫർ ഈ കത്ത് കിസ്കെ നാം പർ ലിഖാ ഹെ? ബഹാദുർ ഷാ സഫർ ഈ കത്ത് ആരുടെ പേരിലാണ് എഴുതിയത്? അപ്പനി ബേട്ടിക്ക് നാം പർ, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലാണ് ഈ കത്ത് അദ്ദേഹം എഴുതിയത്. കൈദി ബാപ്പ് കോ അപ്പനി ബേട്ടി കാ കത്ത് എക് ആംസൂം നാമാ താ ക്യോ? ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയുന്ന ബഹാദുർ ഷാ സഫറിന് തൻ്റെ മകളുടെ കത്ത് വളരെയധികം വേദനയുണ്ടാക്കി. എന്താണ് കാരണം? बेटी के खत में अपने परिवार और देश की हालत का वर्णन था, इसलिए बेटी का खत आंसൂനാമാ था. മകളുടെ കത്തിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ ദേശത്തിൻ്റെയും അവസ്ഥയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായത്. ബേട്ടി കാ കത്ത് കിസ്നെ പഠിക്കർ സുനായ? മകൾ എഴുതിയ കത്ത് ആരെയാണ് വായിച്ചു കേൾപ്പിച്ചത്? ബഹാദുർ ഷാ സഫർ കെ ബേട്ടെ. ബഹാദുർ ഷാ സഫറിൻ്റെ മകനാണ് മകൾ എഴുതിയ കത്ത് വായിപ്പിച്ച് കേൾപ്പിച്ചത്. ബേട്ടി കാ കത്ത് ബഹാദുർ ഷാ സഫറിനെ കിത്തനെ ബാർ സുന? 3 ബാർ സുന. മകൾ എഴുതിയ കത്ത് ബഹാദുർ ഷാ സഫർ 3 പ്രാവശ്യം കേട്ടു. ബ്രിട്ടീഷുകാർ കാരണം തൻ്റെ പ്രജകളും കുടുംബവും അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് ബഹാദുർ ഷാ സഫർ ഈ കത്തിൽ കൂടി പറയുന്നത്. बहादुर शाह सफ़र अपनी प्रजा के बारे में क्या सोच कर दुखी थे? दिल्ली में कितनों के बाप, कितनों के बेटे, कितनों के भाई फांसियों पर चढ़ गए, कितने बच्चे यतीम हो गए, कितने औरतें बेवा हो गई, उनके घर लौट गए, वे तो बिना आई मौत मर रहे थे. ദില്ലിയിൽ എത്ര പേരുടെ അച്ഛൻ, മക്കൾ, സഹോദരങ്ങൾ തൂക്കിലേറി, എത്ര കുട്ടികൾ അനാഥരായി, എത്ര സ്ത്രീകൾ വിധവകളായി. അവർ വീടുകൾ കൊള്ളയടിച്ചു. എൻ്റെ പ്രജകൾ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖമാണ് ഇവിടെ ബഹാദുർ ഷാ സഫർ തൻ്റെ കത്തിൽ കൂടി വിവരിക്കുന്നത്. സമാനാർത്ഥക ശബ്ദം യത്തീം എന്ന് വെച്ചാൽ അനാഥ്, ബേവ വിധവ. 2 ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ കത്തിൽ ബഹാദുർ ഷാ സഫർ തൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ചും ഓർക്കുന്നു. ബഹാദുർ ഷാ സഫറിനെ ഇസ് കത്ത് में अपने बेटी की शादी के बारे में क्या लिखा? अपनी बेटी की शादी में गालिब और जौक ने बारात की अगवानी की सेहरे लिखे थे. ഗാലിബും ജൗക്കും ബഹാദുർ ഷാ സഫറിൻ്റെ ദർബാരി കവികളായിരുന്നു. ബഹാദുർ ഷാ സഫറിൻ്റെ മകളുടെ വിവാഹ സമയത്ത് വരനെ സ്വാഗതം ചെയ്യുന്നതിനുള്ള സ്വാഗതഗാനം എഴുതിയത് ഗാലിബും ജൗക്കുമായിരുന്നു. ഈദ് ദിവസം ബഹാദുർ ഷാ സഫറിനെ കാണാൻ കുറച്ച് മുസൽമാൻ വന്നിരുന്നു. അവർ കുറച്ച് സമ്മാനങ്ങളുമായാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. അതിനെക്കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഈ പാരഗ്രാഫിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈദ് കെ ദിൻ ബഹാദുർ ഷാ സഫർ കോ ദേഖ്നെ കെ ലിയെ കോൻ ആയേ? മുസൽമാൻ. ഇവിടെ ചന്ദ് എന്ന് ഉദ്ദേശിക്കുന്ന കുച്ച് എന്നാണ് അർത്ഥം. വി ക്യാ ലേക്കർ ആയേ? തോഫെ. തോഫയുടെ അർത്ഥം ഉപഹാർ എന്നാണ്. ബഹാദുർ ഷാ സഫറിനെ തോഫെ കെ ബദലെ മുസൽമാൻ കോ ക്യാ ദിയ? ബഹാദുർ ഷാ സഫർ മുസൽമാൻ നൽകിയ ഉപഹാരങ്ങൾക്ക് പകരം എന്താണ് നൽകിയത്? മല്ലികാക്ക ഏക് ഹാർ. ബഹാദുർ ഷാ സഫർ റാണിയുടെ ഒരു വില കൂടിയ മാലയായിരുന്നു മുസൽമാന് അവരുടെ സമ്മാനത്തിന് പകരം നൽകിയത്. ब्रिटिशों ने कैदियों को दिया जाने वाला खर्चा आधा कर दिया गया क्यों? ബ്രിട്ടീഷുകാർ തടവുകാർക്ക് നൽകിയിരുന്ന ചെലവ് പകുതിയാക്കി കുറച്ചു. എന്താണ് കാരണം? ब्रिटिशों ने सोचा कि मुगलों के पास जवाहरत बहुत ज़्यादा है, इन कैदियों को दिए जाने वाला खर्चा इनकी ज़रूरत से ज़्यादा है. ബ്രിട്ടീഷുകാർ വിചാരിച്ചു മുഗളന്മാരുടെ കയ്യിൽ ധാരാളം അമൂല്യ രത്നശേഖരങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് നൽകുന്ന ചെലവ് ഇപ്പോൾ കൂടുതലാണ് എന്ന് വിചാരിച്ചാണ് ബ്രിട്ടീഷുകാർ അവർക്ക് നൽകുന്ന ചെലവ് കുറച്ചത്.
ഈ പാരഗ്രാഫിൽ നിന്ന് സംക്ഷേപം ചോദിക്കാം, ചുരുക്കി എഴുതുക. ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഈ സംഭവം ചുരുക്കി എഴുതണം. യഹ് ഖബർ കി ഇക്കത്ത് തുമको मिलेगा भी या नहीं सुनता हूँ वे आदमी भरोसे के काबिल है जिनके हाथ यह खत भेजा जाएगा. ബഹാദുർ ഷാ സഫറിന് ഐസ ക്യൂം സോച്ച. ബഹാദുർ ഷാ സഫർ തൻ്റെ കത്തിൽ കൂടി പറയുകയാണ്, ഈ കത്ത് എൻ്റെ മകൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കൊടുത്തുവിടുന്ന വ്യക്തി വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബഹാദുർ ഷാ സഫർ അങ്ങനെ വിചാരിക്കാൻ എന്താണ് കാരണം? क्योंकि बहादुर शाह सफ़र ने कितने ही ऐसे व्यक्तियों को देखा है जो आखिर दगाबाज और दूसरों की भेजे जासूस साबित हुए, इसलिए उनके मन में ऐसा विचार हुआ. ഷഖ്സിൻ്റെ അർത്ഥം വ്യക്തി എന്നാണ്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല വ്യക്തികളും അദ്ദേഹത്തെ ചതിക്കുകയും ചിലർ ബ്രിട്ടീഷുകാരുടെ ചരന്മാർ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു വിചാരം വന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും സംക്ഷേപം, ഡയറി, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബേട്ടിക്ക് നാം എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി എടുക്കുക, പ്ലേലിസ്റ്റിൽ കാണും. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്യണം. കണ്ടിന്യൂസ് ക്ലാസ് വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.